SIR കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അവിടെയും നിരാശയാണ് ഫലം. സുപ്രീം കോടതി SIR ഇപ്പോൾ തുടരാം എന്ന് തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. അതായത് SIR നീട്ടിവെക്കണമെന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ വലിയ രീതിയിലുള്ള ബഹളം കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞത് SIR-നെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അവർ പ്രത്യേകിച്ചതിന് കാരണമായി പറഞ്ഞത് BLO-മാർ മരിച്ചു വീഴുന്നു, അതോടൊപ്പം തന്നെ SIR-മായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രതിഷേധങ്ങൾ നാടൊട്ടാകെ നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ, ചർച്ച ചെയ്യാൻ പാർലമെൻറ്റിൽ കേന്ദ്രം തയ്യാറായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ 9-ാം തീയതി SIR ചർച്ച ചെയ്യാം എന്ന് ഇപ്പോൾ കേന്ദ്രം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അജിംസ്, SIR തുടരും എന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷം സംസ്ഥാനത്തിനുണ്ടാകാൻ പോകുന്നുണ്ടോ? പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരള സർക്കാർ മാത്രമല്ല, CPM, അതുപോലെ ഈ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ഇവരെല്ലാം സംയുക്തമായിട്ട് തന്നെയാണ് സമീപിച്ചത്. പലരും പല ഡിമാൻഡ്സ് ആയിരുന്നു. പക്ഷേ SIR-ൻ്റെ കാര്യത്തിന് മുമ്പ് ബീഹാറിൽ എന്താണ് ഉണ്ടായത് നമുക്കറിയാം. ബീഹാറിൽ ഓൾറെഡി ഒരു കേസ് ഓൺ ഗോയിങ് ആണ്. അതിനിടയ്ക്ക് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിട്ടും SIR പ്രോസസ്സിനെ കുറിച്ചുള്ള ഹിയറിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് കാണണം. ആലോചിക്കേണ്ടത് 10-60 ലക്ഷം പേരുടെ വോട്ട് നീക്കം ചെയ്തതിന് ശേഷം അതിനെ ചോദ്യം ചെയ്താണ് SIR അവിടെ വന്നത്. മരിച്ചവർ എന്ന് ചൂണ്ടിക്കാട്ടിയ ആൾ നീക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ ആളുകൾ കോടതിയിൽ ഹാജരാകുന്നു. കോടതിയുടെ മുമ്പിൽ നിന്ന് ഹാജരായിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ ഇടപെടേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി തീരുമാനിച്ചത്. അതേ വോട്ടർ പട്ടിക വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നു. ബീഹാറിൽ രാഹുൽ ഗാന്ധി പ്രവചിച്ചതുപോലെ തന്നെ അവിടെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ സമാനമായി 10-12 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രശ്നം, കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് നടത്തരുത് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ SIR പ്രോസസ്സ് മോണിറ്റർ ചെയ്യാൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ആണ് അവർ. അപ്പോൾ അതിനിടയിൽ എന്ത് നടക്കുന്നു, എന്ത് നടക്കുന്നില്ല എന്ന് അവർക്ക് അറിയില്ല. അവരത് നോക്കുന്നേ ഇല്ല. നമുക്ക് ഓൺ ഗ്രൗണ്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്. SIR-നെ കുറിച്ച് അവർ ബോധേടാമാർക്ക് സാധിക്കില്ല. കാരണം അവരുടെ ഫുൾ മെഷീനറി എല്ലാ പാർട്ടികളുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പുറകിലാണ്. അത് ഈ BLO-മാർക്കുണ്ടാകുന്ന സമ്മർദ്ദം അതിലപ്പുറമാണ്. ഇപ്പോൾ എൻ്റെ വാർഡിലെ BLO കുറച്ച് പ്രായമായ ഒരു സ്ത്രീയാണ്. അവർക്ക്, എനിക്ക് തോന്നുന്നില്ല അവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിവുണ്ടോ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുമോ, അവർക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അവർക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ടാവും. അവർ തന്നെ നമ്മളോട് ആവശ്യപ്പെടും, നിങ്ങൾ ഫോം 6 ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. കാരണം അവരോട് സാധിക്കില്ല അത്. കാരണം അത്രമാത്രം സമ്മർദ്ദം അവർക്ക് കിട്ടുന്നുണ്ടാവും. അതൊരു വശത്ത്. മറുവശത്ത് ബീഹാറിൽ സംഭവിച്ചതുപോലെ, ബീഹാറിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലുള്ള അട്ടിമറികൾ, വോട്ട് ഡിലീഷൻ, വോട്ട് അഡീഷൻ, ഇത് രണ്ടും നടക്കുന്നുണ്ടോ എന്ന് ആരും അറിയുന്നില്ല, ആർക്കും നോക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്നൊരു ടൈം സ്പാൻ, അതായത് ഇത് പ്രഖ്യാപിച്ചത് തുടങ്ങി നവംബർ ആദ്യവാരം തൊട്ട് ഡിസംബർ ആദ്യവാരം വരെ നീണ്ടു നിൽക്കുന്ന ഈ സമയം കൊണ്ട് എന്താണ് നടക്കുക, ആരൊക്കെയാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താവുക, ആരൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, ഇത് പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഒരു വശത്ത്. മറുവശത്ത് നൽകുന്ന അമിതഭാരം, BLO-മാർക്ക്, ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അമിതഭാരം മറ്റൊരു വശത്ത്. അതിനിടയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. അതിൻ്റെ ഒരു കാരണം, ഒന്ന്, തെരഞ്ഞെടുപ്പുകളെ പറ്റിയുള്ള കാര്യമായ അവിശ്വാസം രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ സുതാര്യമല്ല, വോട്ടർ പട്ടിക പോലും സുതാര്യമല്ല എന്നുള്ള ആക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് എന്താണ് ചെയ്യേണ്ടത്, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമോ എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച് വലിയൊരു ക്വസ്റ്റ്യനാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് സാധ്യമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അത് ബീഹാറിൽ സാധ്യമാവുന്നില്ല, ഹരിയാനയിൽ സാധ്യമാവുന്നില്ല, മഹാരാഷ്ട്രയിൽ സാധ്യമായില്ല. ഇനി എവിടെയാണ് അത് സാധ്യമാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ച് അവരുടെ ഭാവി എന്താണ് എന്നൊരു ചോദ്യം, വലിയ ചോദ്യം നിൽക്കുന്നു. മറ്റൊന്ന്, ഇനി അതല്ല, ആ ട്രാക്ക് മാറ്റി തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടതില്ല, നിലനിൽക്കുന്ന ഒരു അവ്യക്തതയും കാർമേഘവും മാറ്റിക്കൊണ്ട് ഒരു പുതിയ സിസ്റ്റം ചേഞ്ചിന് വേണ്ടി പ്രവർത്തിക്കണമോ, അതിനുവേണ്ടി ജനങ്ങൾ അണിനിരത്തണമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ശേഷിയും പ്രതിപക്ഷത്തിനില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യയിലെ ജനാധിപത്യം കടന്നു പോകുന്നത്. ആ ഗൗരവം, അതിൻ്റെ ആ ഗുരുതരാവസ്ഥ എത്രമാത്രം പൗരന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും സംശയമാണ്. മുഴുവൻ ജനങ്ങൾ, ഈ 140 കോടി ജനങ്ങൾക്കും ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് അവർ ബോധവാന്മാരാണോ, അല്ലെങ്കിൽ അവരതിൽ ആശങ്കാകുലരാണോ, അതുപോലും അറിയില്ല. അതിൽ അവർക്ക് ആശങ്കയുണ്ടോ
എന്നാർക്കറിയാൻ പറ്റും? ഇപ്പോൾ കേരളത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച നടക്കുന്നുണ്ടാവും, ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ടാവും. എന്നതിനുപരി ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്ത് 140 കോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണ്. ഇതൊരു അർദ്ധ ജനാധിപത്യ അല്ലെങ്കിൽ അർദ്ധ ഏകാധിപത്യ രാജ്യമായി മാറാൻ പോവുകയാണ് എന്ന ബോധം അവർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം ജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തപ്പെടേണ്ടത് മാധ്യമങ്ങളിലൂടെയാണ്. മാധ്യമങ്ങളിലൂടെ അത് രേഖപ്പെടുത്തപ്പെടുന്നില്ല. സോഷ്യൽ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ആൽഗോരിതം അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരു വിഷയത്തിൽ നമുക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് അനുസരിച്ചുള്ള ഫീഡാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യ മുഴുവൻ എന്താണ്, ഇന്ത്യ മുഴുവൻ ജനങ്ങൾ SIRനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്, ഇന്ത്യയിലെ ജനാധിപത്യ ശോഷണത്തെക്കുറിച്ച് ജനങ്ങൾ മുഴുവൻ ആശങ്കാകുലരാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കും. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന അതേക്കുറിച്ച് ആ ഒരു സ്റ്റാൻഡില്ലാത്ത ആളെ സംബന്ധിച്ച് അയാൾ കാണുന്നത് മറ്റൊന്നായിരിക്കും. അയാൾ കാണുന്നത് എന്താണ്, നമ്മുടെ ജനാധിപത്യം പുഷ്കലമാവുകയാണ്, നമ്മൾ വിശ്വഗുരുവായിരിക്കുകയാണ്, നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അടിപൊളിയാണ്, ഒരേ സർക്കാരിനെ തന്നെ 5 തവണയൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്ന അത്ര ജനകീയമാണ് സർക്കാരുകൾ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? അപ്പോൾ ഇന്ന് ഇന്ത്യ നേരിടുന്നത് അത്രയും ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയോ പൊതുജനങ്ങളുടെയോ സ്കോപ്പ് ഇടുങ്ങിയിരിക്കുകയാണ്, സ്കോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ നിയമ ഭേദഗതിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ പറയുന്ന നിയമ പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. 1. 2, കോടതികൾ തന്നെ ആ കാര്യത്തിൽ വളരെ റിലക്റ്റൻ്റാണ്. കമ്മീഷനെ ഭരണഘടന ഏൽപ്പിച്ചിട്ടുള്ള പണി അവർ ചെയ്യട്ടെ, ഞങ്ങൾ അതിൽ ഇടപെടേണ്ടതില്ല എന്നാണ് കോടതികളുടെ പൊതുവെയുള്ള സ്റ്റാൻഡ്. പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകട്ടെ വിധികൾ ഭാരതീയമാകണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരമേറ്റെടുത്ത ആളാണ്. ഇങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഈ ഒരു ചെക്ക് ആൻഡ് ബാലൻസ്, ജനാധിപത്യത്തിൽ ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന പരിപാടി, എക്സിക്യൂട്ടീവിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ നമുക്കിപ്പോൾ നിവൃത്തിയില്ല. എക്സിക്യൂട്ടീവിനെതിരെ നമ്മൾ സുപ്രീം കോടതിയിൽ പോയാലും സുപ്രീം കോടതി അതിൽ ഇടപെടാറില്ല. നമുക്കറിയാം, കഴിഞ്ഞൊരു 5-6 വർഷമായിട്ടുണ്ടായിട്ട് വിധികൾ നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കൗണ്ടബിൾ ആക്കാൻ ജനങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ കഴിയുന്നില്ല. പോയി നേരിട്ട് കണ്ട് സംസാരിച്ചാൽ പോലും വേണ്ടത്ര മറുപടികൾ ലഭിക്കുന്നില്ല. നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തൃണമൂൽ കോൺഗ്രസ്സുകാർ പോയി കണ്ടിട്ട് ഞങ്ങൾക്കൊരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എഴുതിയായി തയ്യാറാക്കുന്ന പരാതികൾക്ക് മറുപടിയില്ല. ചോദ്യം ചോദിച്ചാൽ, പരസ്യമായ വാർത്താസമ്മേളനം നടത്തി ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ ഇനി മറ്റു വഴികളൊന്നുമില്ല. ഒരു സിസ്റ്റം ഓവറോൾ ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ വന്ന് ഭവിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തെ പരിഹരിക്കുന്ന വിധത്തിലുള്ളൊരു ഓവറോൾ സിസ്റ്റം ഓവറോൾ നടപ്പാക്കാൻ ആവശ്യമായ ഒരു സമരമോ മുന്നേറ്റമോ ജനകീയ മുന്നേറ്റമോ നടന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും തോന്നുന്നുള്ളൂ. വളരെ നിരാശാജനകമാണ് ഇപ്പോഴത്തെ അവസ്ഥ. 99% എന്യൂമറേഷൻ ഫോമുകളും വിതരണം ചെയ്തു എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത്. സുപ്രീം കോടതിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഈ SIRൻ്റെ നടപടിക്രമങ്ങൾ തടസ്സമാകുന്നില്ല എന്നാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത് ഇത് തന്നെയാണ്, ഇതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന്. അപ്പോൾ സ്വാഭാവികമായും നമുക്കൊക്കെ ഈ വിധി പ്രതീക്ഷിക്കാം, അതിലപ്പുറമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കൃത്യമായി ബോധ്യമുള്ളത് രാഷ്ട്രീയ പാർട്ടികളാണ്. അവർ വീണ്ടും വീണ്ടും ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിക്കുന്ന യോഗത്തിൽ അവരുടെ ആവശ്യം ഉന്നയിക്കുകയാണ്. എന്നിട്ടും അതിനോട് മുഖം തിരിച്ചു നിൽക്കാൻ എങ്ങനെയാണ് കമ്മീഷന് സാധിക്കുന്നത്? ഇന്ത്യയിലെ കമ്മീഷൻ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെയും എല്ലാ പാർട്ടികളുടെയും താല്പര്യത്തെ അഡ്രസ്സ് ചെയ്യുകയും അതിനെ മാനിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്ന് വിശ്വസിക്കാൻ ഇനിയും നമ്മുടെ മുമ്പിൽ സാധ്യതകളൊന്നുമില്ലല്ലോ. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഈ SIR നടത്തിയ സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം നല്ല സമയമല്ല, മഴക്കാലമാണ്, പ്രളയത്തിൻ്റെ സമയമാണ്, ബീഹാർ പോലൊരു സ്റ്റേറ്റാണ്, ഭയങ്കരമായ സങ്കീർണമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യമുള്ള സ്ഥലമാണ്, അവിടെ നിങ്ങൾ ഈ തിടുക്കപ്പെട്ട് നടത്താൻ പാടില്ല എന്ന അഭിപ്രായം പറഞ്ഞെങ്കിലും കമ്മീഷൻ അത് പരിഗണിച്ചില്ലല്ലോ. അതിൻ്റെ അവസാനം സംഭവിച്ചെന്നാണ് 60 ലക്ഷത്തോളം ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഈ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോകാനുണ്ടായത്. അപ്പോൾ പൊതുവായ താല്പര്യത്തെ മാനിക്കുക, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിനെന്തെങ്കിലും മറുപടി പറയാൻ കമ്മീഷൻ തയ്യാറല്ലോ. എന്ന് വെച്ചാൽ പറയുന്ന മറുപടികളെല്ലാം വികലമായ മറുപടികളാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ബി ജെ പി നേതാവിനെ പോലെയൊക്കെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ എന്തുകൊണ്ട് കമ്മീഷൻ മാനിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കമ്മീഷൻ്റെ ഉദ്ദേശം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, മോട്ടീവ് എന്താണെന്നൊക്കെ ഇന്ത്യയിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ നോക്കൂ, SIR നടപ്പിലാക്കാൻ പാടില്ല എന്നല്ല സംസ്ഥാന സർക്കാർ കോടതി പറയുന്നത്, അല്ലെങ്കിൽ അതിനെ വിയോജിക്കുന്നവർ പറയുന്നത്. SIR നിങ്ങൾ നടപ്പിലാക്കിയുള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ കാര്യം എന്താണ്, SIR ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റിയ സമയമല്ല. സർക്കാർ മെഷീനറി ഒരു കാര്യമാണ്. രണ്ടാമത്തെ എന്താണ്, ഇതൊരു വലിയ പഞ്ചായത്ത് ഇലക്ഷൻ പോലെയുള്ളൊരു ഭയങ്കര പ്രോസസ്സ് നടക്കുകയാണ്. അതിൻ്റെ കൂടെ നടത്തിയാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ സുപ്രീം കോടതി അത് പരിഗണിക്കാത്തതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് സർക്കാർ മെഷീനറി ഉപയോഗിക്കേണ്ടി വരും, ഇപ്പോൾ ഇത് ഭാരമാണ്, ഈ ഭാരം എടുക്കാൻ കഴിയില്ല എന്ന് സർക്കാരിനെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനം കോടതി പറയുമ്പോൾ കമ്മീഷൻ പോയിട്ട് പറയണം അത് വെറുതെയാണ്, അങ്ങനൊന്നുമല്ല എന്ന് പറഞ്ഞാൽ കമ്മീഷൻ്റെ ടേക്ക് മാത്രമേ എടുക്കൂ എന്നുണ്ടോ?
സർക്കാരിൻ്റെ ടേക്കെന്നാണ് എടുക്കാത്തത്? സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഓതൻറ്റിക്കായ അഭിപ്രായം പറയേണ്ടത് ഗവൺമെൻറ് അല്ലേ? അത് പരിഗണിക്കുന്നില്ല എന്നാലൊരുക. ഇപ്പോൾ സർക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. അതായത് ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്ന, ഇപ്പോൾ സെക്ഷൻ 21 പറയുന്ന പ്രകാരം ഓരോ തവണയും ഇത് പുതുക്കുകയും പുതിയ പട്ടിക ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അനുഗുണമായ സമയത്താണ്, ഏറ്റവും സൗകര്യപ്രദമായ സമയത്താണ് എന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇത് സെക്ഷൻ 21 പ്രകാരം ഇത് അനുഗുണമായ സമയമല്ല, സൗകര്യപ്രദമായ സമയമല്ല. അതുകൊണ്ട് ഈ സമയം മാറ്റിവെക്കണം, ഇത് കഴിഞ്ഞിട്ടായിക്കോളൂ. തമിഴ്നാട്ടിലെ സർക്കാർ ആവശ്യപ്പെടുന്നു അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ നടപ്പിലായിക്കോളൂ. SIR കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി ഇതാണ്. ബീഹാറിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിന് ശേഷവും നടത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നടത്തി. അത് ദുരുദ്ദേശമുള്ളതാണെന്നും അത്ര 11-ാം മണിക്കൂറിൽ നടത്തുമ്പോൾ അത് പലതരത്തിലുള്ള അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെന്നും പല അട്ടിമറിക്കും സാധ്യതയുണ്ടെന്നാണ് അവിടെയുള്ള ആരോപണം. സുപ്രീം കോടതി അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. ബീഹാറിലുണ്ടായിട്ടുള്ള ഈ SIR ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള വലിയ സംശയം ഒരുപാട് കക്ഷികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിനും ജനാധിപത്യ പ്രക്രിയയ്ക്കും ഗുണപരമല്ല എന്നെങ്കിലും കോടതി കാണേണ്ട കാര്യമല്ലേ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം അലിഗേഷൻസ് ഉയർന്നു വരുന്നത്, ഇത്രയധികം അവിശ്വാസം ഉയർന്നു വരുന്നത്? അത് നമ്മുടെ രാജ്യത്തിന് നല്ലതാണോ? അത് സുപ്രീം കോടതി ആലോചിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സർക്കാരിനെ കേൾക്കാതിരിക്കുക, എല്ലാം കമ്മീഷനെ മാത്രം കേൾക്കുക എന്ന് വെച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ആളുകൾക്ക് അതിലുള്ള അവിശ്വാസം കൂടുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കേരളത്തിലും ഇപ്പോൾ നടപ്പിലാക്കിയേ പറ്റൂ എന്ന രാഷ്ട്രീയമായ തീരുമാനം ചില കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ നടപ്പിലാക്കിയേ പറ്റൂ എന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായമായ നമ്മുടെ ആവശ്യങ്ങളെ പോലും കേൾക്കാതെ ഇപ്പോൾ ഈ തിരക്കിനിടയിൽ, ഈ ബഹളത്തിനിടയിൽ, ഈ പൂരത്തിനിടയിൽ നടത്തിയെടുക്കണമെന്ന് ശഠിക്കുന്നതിന് പിന്നിൽ സവിശേഷമായ താല്പര്യങ്ങളുണ്ടെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. സോ ഈ വിധിയോടുകൂടി കേരളത്തിലെ മനുഷ്യർ വീണ്ടും ജാഗ്രതയോടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, സംതിങ് എന്തോ നടക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടായാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടായാൽ നിങ്ങൾക്ക് കൊള്ളാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ പ്രോസസ്സിൻ്റെ സ്വഭാവം നമുക്കറിയാവുന്ന പോലെ അത് NRCയുടെ സ്വഭാവത്തിന് സമാനമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ് ഇപ്പോൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ആളുകളുടെ വോട്ട് നിശ്ചയിക്കാനുള്ള അധികാരം മാത്രമാണെങ്കിൽ പൗരത്വ പരിശോധനയുടെ ഒരു സ്വഭാവത്തിലേക്ക് പോലും അത് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് അവകാശമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് എല്ലാവരും മനസ്സിൽ ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. സുപ്രീം കോടതിയിൽ പോയിട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. ആത്യന്തികമായി ഇതിൻ്റെ മെസ്സേജ് എന്താണ്? സുപ്രീം കോടതിയിൽ പോയിട്ടോ സർക്കാരിന് എന്തെങ്കിലും ഭരണപരമായ ഇടപെടൽ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ കമ്മീഷന് തന്നെ സത്യവാങ്മൂലം എഴുതി കൊടുത്തുകൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല SIRൻ്റെ പ്രശ്നം. ഈ രാജ്യത്തെ നല്ല വിഭാഗം ആളുകൾ അവിശ്വാസത്തോടെ കാണുന്ന ആ പ്രോസസ്സിന് ഇനി നിങ്ങൾ നേരിടേണ്ടത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏകപക്ഷീയമായ സമീപനങ്ങളുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുള്ളത്, അതിനെ നേരിടേണ്ടത് ജനകീയ ശക്തിയിലൂടെയാണ്. ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക എന്നാണ് പ്രധാന പരിപാടി. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്കൊക്കെ അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പരാതിയിലേക്ക് പോകാതെ, സത്യവാങ്മൂലത്തിലേക്ക് പോകാതെ ഡീറ്റെയിൽഡ് പ്രസ് മീറ്റ് നടത്തി ജനങ്ങളോട് പറയുന്നത് സംഭവം എങ്ങനെയാണ്, നിങ്ങൾ ഇതൊക്കെ അടിച്ചുകൊണ്ട് പോവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തിപ്പോകുന്നു. BJP ആവർത്തിച്ച് ചോദിക്കുന്നത് എന്താ പരാതി കൊടുക്കാത്തത്, കമ്മീഷൻ ചോദിക്കുന്നത് സത്യവാങ്മൂലം തരാമെന്ന്. അത് കൊടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡീറ്റെയിൽഡ് പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അത് പ്രസൻറ്റേഷന് ശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങുക, ജനങ്ങളെ പഠിപ്പിക്കുക, ജനങ്ങളെ ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ സാധ്യതകളും സുപ്രീം കോടതിയിൽ നിന്ന് പോലും ചിലപ്പോൾ ആശ്വാസകരമായ ഒരു വിധി കിട്ടിയതായി, അല്ലെങ്കിൽ അത് അപ്പുറം പോകും. സോ ആളുകളെ ഇനി അതിനകത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ള ഏക മാർഗ്ഗം. അതിന് പണിയെടുക്കുന്നില്ല എങ്കിൽ ഇതെല്ലാം കൊലയോടെ പോകും.